ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ലയമൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് അംഗനവാടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ലയമന് നടക്കാനും ഇഷ്ടമാണ്. കാരണം ലയമ പൊതുവേ വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാത്തത് കൊണ്ടിട്ട് ഇങ്ങനെ നടപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് അമ്മയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ലയമനെ അംഗനവാടിയിലേക്ക് ആക്കാൻ പോകുന്നത്. അപ്പോൾ ലയമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് നടക്കാനും അതുപോലെ തന്നെ യാത്രകൾ പോകാനും. അപ്പോൾ ലയമോ അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കൈ ഒന്ന് ജസ്റ്റ് അമ്മ വിട്ടപ്പോഴേക്കും അവൻ വേഗം കയ്യിൽ പിടിച്ചു, എന്നെ പിടിച്ചോ എന്നുള്ള സെറ്റപ്പിൽ അങ്ങനെ അവസാനം നമ്മുടെ അംഗനവാടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളോട് 11 മണിക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10:45 ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ കസിൻ കൂടി ആയിട്ടുള്ള ഇസ ബേബിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ ബേബിനെ കണ്ടതോടുകൂടി ആൾ ഓക്കെ ആയി. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഹായൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇവന് കളിക്കാനും അതുപോലെ തന്നെ അവരോട് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവനെ. അപ്പോൾ ടീച്ചേഴ്സും അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇവരെ ഒരു ക്യൂ ആയിട്ട് കയറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ പ്രിപ്പയർ ചെയ്ത ഗിഫ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലവരുടെ കയ്യിൽ ബലൂൺസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു വാവകൾ മുതൽ ഏകദേശം ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടിയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില കുട്ടികളൊക്കെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബലൂൺസൊക്കെ കയ്യിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ കുട്ടിത്താരങ്ങളെത്തി, ലയാമും ഇസ ബേബിയും. അപ്പോൾ ലയാമും ഹാപ്പി ആയിട്ട് ഇത് വാങ്ങിച്ചു, അതുപോലെ തന്നെ ഇസ ബേബിയും ഹാപ്പി ആയിട്ട് തന്നെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാ കുട്ടികളും ഏകദേശം അകത്തെത്തി കഴിഞ്ഞു. അതിനുശേഷം ഈശ്വര പ്രാർത്ഥന ആയിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാണ്. ലയാമിനൊന്നും അറിയത്തില്ല എന്താണെന്ന്. എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റു, അല്ലാതെ ഈശ്വര പ്രാർത്ഥന എന്താണെന്നൊന്നും ആൾക്കറിയില്ല. അപ്പോൾ കുറേ കുഞ്ഞുവാവകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്കൊക്കെ ലഡു കൊടുത്തു. കാരണം ഇവരെ കുറച്ച് സമാധാനിപ്പിച്ചിരുത്തണമല്ലോ. അപ്പോൾ ലയാമൊക്കെ നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലഡു. അതുപോലെ തന്നെ സ്കോഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ലയാമോ അതൊക്കെ കുടിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അതിനുശേഷം അധ്യക്ഷ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടേതായ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. അതിനുശേഷം റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ കൂടി ഉണ്ടായിരുന്നു. പാരൻസിനായിരുന്നു ഉപദേശങ്ങൾ കൊടുത്തിരുന്നത്. കാരണം ഇപ്പോഴത്തെ തലമുറയെ എങ്ങനെ വാർത്തെടുക്കാം, നല്ല രീതിയിൽ അവരെ കൊണ്ടുപോകാം, പിന്നെ അവരുടെ കുറച്ച് അനുഭവങ്ങൾ അതൊക്കെയായിരുന്നു അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ടീച്ചർ പങ്കുവെച്ച പല കാര്യങ്ങളും ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പോൾ ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു അത്. പ്രവേശനോത്സവത്തിന് കുറച്ച് ദിവസം മുന്നേ ടീച്ചർ അവൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുമെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. ഈ ഫോട്ടോയാണ് നമ്മൾ ട്രീയിൽ ഒട്ടിക്കാൻ വേണ്ടി ടീച്ചറിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കഥ പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ബുക്കും അതുപോലെ തന്നെ അതിലൊരു ക്രയോണും പിന്നെ ഒരു പെൻസിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലയാമോ അതൊക്കെ മേടിച്ചിട്ട് ആദ്യമേ തന്നെ അത് പറിച്ച് കീറുവാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ. അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുവാണ്. ലയമ ആക്ച്വലി ഒന്നും കഴിച്ചില്ല, എല്ലാവരും കഴിക്കുന്നത് നോക്കിയിരിക്കുവാണ്. പൊതുവേ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 12 മണി ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനൊരു മടിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് അംഗനവാടി കഴിഞ്ഞ് ആൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തായാലും ആൾക്ക് നഴ്സറിയും അതുപോലെ തന്നെ അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ഇഷ്ടമായത് മനസ്സിലായി. അപ്പോൾ പുതിയ വിശേഷങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.